ഓക്കെ, അപ്പൊ ഇന്ന് സ്കൈ കോഡിന്റെ ആദ്യത്തെ മ്യൂസിക് വീഡിയോ ലോഞ്ച് ആണ്. ലുലു മോളിൽ വെച്ചിട്ടാണ്. വൈകിട്ട് 5:30-ക്കാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതിന്റെ ടീം എല്ലാവരും കൂടെ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആൽബം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു. അതിൽ ഇവർ രണ്ടുപേരും, അർജുൻ ആൻഡ് ശ്രീതു, ഇവർ രണ്ടുപേരും ഈ മ്യൂസിക് വീഡിയോയിൽ ഒന്നിച്ചു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് സ്കൈ കോഡിന് ഉണ്ടാവണം. മാത്രമല്ല, ഇനി ഓരോ മന്തും ഞങ്ങൾ ഇതുപോലെ ഗംഭീരമായ മ്യൂസിക് വീഡിയോസ് കൊണ്ടുവരികയാണ്. നമ്മൾ സാധാരണ ഒരു ആൽബം പോലെയൊന്നും അല്ല ഇത് ചെയ്തത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ലുലുവിൽ അത് ലോഞ്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. വളരെ സിനിമാറ്റിക് ആയിട്ട്, വളരെ വിഷ്വൽ എഫക്റ്റോടുകൂടി, ഗംഭീരമായ പാട്ടിനോടുകൂടിയാണ്, അതിന്റെ മ്യൂസിക്കോടുകൂടിയാണ് വരുന്നത്. ഇത് നമ്മുടെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് മിസ്റ്റർ വിനു വിജയാണ്. വിനു ഓൾറെഡി തന്നെ പടങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഒരാളാണ്. റിലീസ് ആവാൻ കാത്തിരിക്കുന്ന ആശശരത്ത് പ്രധാന വേഷത്തിലെത്തുന്ന ഇന്ദ്ര എന്ന ചിത്രമൊക്കെ വിനുവിൻ്റെതാണ്. വിനുവിന്റെ വൈഫ് ബബിഷ ഇവിടെ എത്തിയിട്ടില്ല. ബബിഷയാണ് എന്റെ കോസ്റ്റ്യൂമർ. അതിലുപരി ഇതിന്റെ മ്യൂസിക് ചെയ്ത ആളെ ഞാൻ പരിചയപ്പെടുത്താം, മിസ്റ്റർ മുരളി. മുരളി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാട്ടോടുകൂടി നമ്മുടെ സിനിമയിലും സജീവമാകാനുള്ള ഒരു അവസരം താങ്കൾക്ക് ലഭിക്കും തോന്നുന്നു. അത്ര രസകരമായിട്ടുണ്ട്. ഞാൻ കേട്ടിരുന്നു, കണ്ടിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. അപ്പോ ഇനി ഈ സ്കൈ കോഡിന് പിന്നിലുള്ള ആള് അല്ലെ, അതെ, ഈ അറ്റത്തിരിക്കുന്ന രണ്ടുപേരാണ്, പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ശരണ്യ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബിഗ് ബോസ് മാത്രമല്ല, ഒരു വില്ലത്തി കൂടി ആയിരുന്നു അല്ലെ, ചാനലിലെ ഒരു നല്ല സീരിയലിലെ വില്ലത്തിയായിരുന്നു. ഹസ്ബൻഡ് ഉണ്ട്, മനീഷ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമില് മറ്റ് 2 ടീമുകൾ കൂടി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇവിടുത്തെ പ്രൊഡ്യൂസർ തന്നെ നിങ്ങളോട് സംസാരിക്കും. സോ എല്ലാവരും നമ്മളുടെ മ്യൂസിക് വീഡിയോ എൻജോയ് ചെയ്യണം, നമ്മളോട് സഹകരിക്കണം. ആദ്യം തന്നെ ഫുൾ പ്രസ് മീഡിയക്ക് താങ്ക് യു സോ മച്ച്. നല്ല റെയിൻ ആണ്, ഹെക്ടിക് ആയിട്ട് പുറത്ത് റെയിൻ ഫോൾ ഉണ്ട്. എന്നാലും തന്നെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിനെ നിങ്ങൾ ഗംഭീരമാക്കാൻ ഇവിടെ വന്ന് എല്ലാവരും കൂട്ടത്തോടെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒത്തിരി നന്ദി ഫ്രം സ്കൈ ഗോഡ് ആൻഡ് മനുഷ്യരുടെ നിങ്ങളുടെ എല്ലാം ടീമിൻ്റെ വക. സോ സ്കൈ കോഡ് എന്നുള്ള ഒരു ആശയം സുപ്രഭാതത്തിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അതിൻ്റെ പുറകെ ഒരു 2 years അതിൻ്റെ പുറത്ത് റിസർച്ചും കാര്യങ്ങളും, അതിൻ്റെ പുറത്ത് എങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവം ആശയം കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഇതിൽ ഈ പ്രോജക്റ്റ് സ്കൈ കോഡ് എന്ന് വരാൻ നിമിത്തമാവുന്ന ഒരു ആള് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓഫ് കോഴ്സ് ഞാൻ പറയും മനീഷ്, എൻ്റെ ഹസ്ബൻഡ് അതിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഈ വട്ടം ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒന്നുമേ എൻ്റെ പുറകെ ഇല്ല. ഞാൻ വന്നപ്പോൾ എല്ലാം റെഡി ആയിട്ടായിരുന്നു ഇരുന്നത്. സോ മനീഷ് ഏട്ടനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ ഡയറക്ഷൻ ചെയ്ത വിനു വിജയും സാറുടെ ഒരു പേരാണ് ഈ സ്കൈ കോഡ് മ്യൂസിക് റെക്കോർഡ് ലേബിൾ, അതുപോലെ തന്നെ സ്കൈ കോഡ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം എന്നുള്ള ഒരു ആശയം വരുന്നത്. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഈ സ്കൈ കോഡ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ആദ്യം തന്നെ ഞങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തത് റാഫിൽ പ്രൊഡക്ഷൻ ഹൗസ്, ഫിലിം ഹൗസ്. അധികം അവർ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രൊഡക്ഷനാണ്. അപ്പം ഞങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ അബൌട്ട് സ്കൈ കോഡിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റ് പ്രിയതമ എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു പാട്ടെടുക്കാം, അല്ലെങ്കിൽ പ്രിയതമ എന്നുള്ള ഒരു വേർഡ് വരാം എന്ന് വന്നത് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇരുന്ന സമയത്ത് മനീഷേട്ടൻ്റെ വേർഡാണ് പ്രിയതമ എന്ന് പറഞ്ഞാൽ ഡാർലിംഗ്, സ്വീറ്റ് ഹാർട്ട്, മെഹബൂബ, കാതൽ, അങ്ങനെയാണ്. സോ ആ വേർഡ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് നമ്മളുടെ അടിപൊളി യങ്ങാണ് മുരളീകൃഷ്ണ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നിങ്ങളിനി ഉടനെ തന്നെ കാണാൻ പോകുന്നത്. സോ മുരളീകൃഷ്ണ യങ്ങാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് വിചാരിച്ച് നിസ്സാരമായിട്ട് കാണണ്ട. ആളൊരു പുലിയാണ്, ഫയറാണ്. ഓക്കെ. പിന്നെ അങ്ങനെ മ്യൂസിക് ഡയറക്ടർ മുരളീകൃഷ്ണ. അത് കഴിഞ്ഞിട്ട് ഇതിൽ
വിനീത് ശ്രീനിവാസൻ ചേട്ടനാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുവന്നിരിക്കുന്ന സോങ്ങിന്. അത് നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു വിനീത് ചേട്ടൻ ഇതിൽ വരണമെന്ന്. പിന്നെ BK ഹരിനാരായണൻ ചേട്ടനാണ് ഇതിൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. മന്ദാകിനിന്റെ മൊത്തം ടീമാണ് നമ്മുടെ ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ദൃശ്യത്തിന്റെ എഡിറ്റിംഗ് സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ടെക്നീഷ്യൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്, ഒരു മൂവി രീതിയിലുള്ള വിഷ്വലൈസേഷൻ. മഞ്ജു ചേച്ചി ഇപ്പം പറഞ്ഞു വിഷ്വലൈസേഷൻ മൂവി രീതിയിൽ ഒരു വിധത്തിൽ ഓഡിയൻസിന് ഒരു കോംപ്രമൈസും ചെയ്യിപ്പിക്കത്തില്ല എന്ന് തന്നെ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊരു എപ്പോഴും ഒരു സോങ് എടുക്കാൻ ഒരു പരിമിതി ഉണ്ടാവും. പക്ഷെ ആ പരിമിതി നമ്മളുടെ ഈ പാട്ടിൽ നമ്മൾ വെച്ചിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും എന്താ പറയാ, ആദ്യത്തെ പ്രോജക്റ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇൻഫിലിം കിട്ടിയിട്ടുണ്ട്. അതാണ് ഫെയറി ടെയിൽ. അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അതിലുണ്ടെന്നുള്ള ഒരു ഇതാണ് സംഭവം. അപ്പം നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വിഷ്വൽസ് ആണ് സ്കൈകോഡ് പ്രൊഡക്ഷൻ ഹൗസിലുള്ളത്. അത് വെറും സോങ്ങിൽ മാത്രമല്ല, ഇനി നമുക്ക് മൂവീസും അതുപോലെ തന്നെ വെബ് സീരീസും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ പ്ലാനിങ് ഉണ്ട്. അപ്പം ബാക്കിയെല്ലാം ഇനിയും നമ്മളുടെ ടീമിലെ ഓരോരോ അംഗങ്ങളൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീതു, എന്താണ് അർജുൻ ശ്രീതു എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ ആദ്യം അർജുൻ ശ്രീതുവിനെ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാവാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും അറിയാം ഞാനൊരു ബിഗിനറാണ് ഇങ്ങനത്തെ സംഭവത്തില്. സോ ആഫ്റ്റർ ബിഗ് ബോസിന്റെ സെക്കൻഡ് ആൽബമാണ് ഫസ്റ്റ് ടു റിലീസ്. അത് ഡിസംബറിൽ കാണും. സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബിഗ് ബാനറിലേക്ക് ഇത്രയും വലിയ ക്രൂ, എസ്പെഷ്യലി ശരണ്യയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത്, ആ ഒരു പ്രൊഡക്ഷന്റെ ഭാഗം പറ്റിയത്, ലൈക് ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ശ്രീതു അത് മെയിൻ ഒരു പാർട്ടാണ് ഇതിന്റെ. സോ യാ, അതൊക്കെ തന്നെ. എല്ലാവരും വന്നതിന് വളരെ വളരെ നന്ദി. ആൻഡ് അതേപോലെ ശരണ്യ ചേച്ചിയുടെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബമിൽ വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ആൻഡ് എനിക്കും ரொம்ப ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന്. ആൻഡ് യെസ്, ആക്ച്വലി നമ്മൾ അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത്. കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം, എനിക്ക് വന്നത് അർജുൻ കൊള്ളാം, വിനുവിന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊടി, മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫുൾ എൻറ്റയർ ടീം, ഇപ്പൊ ജീമോൻ ചേട്ടനായാലും റാഫി ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവര് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല. അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ്. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് മുരളിയുടെ മ്യൂസിക് ഡയറക്ടറുടെയും അവര് തമ്മിൽ അവിടെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പം വിനുവിന്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വിനുവിന്റെ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് ചെയ്തിരിക്കുന്നത്. മുരളീന്റെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സോങ്സിന്റെ ആ ബ്യൂട്ടിഫുള്ളി പറയാം, അതെങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഭയങ്കര ഐ എം വെരി ഇംപ്രസ്ഡ്. ഐ ജസ്റ്റ് ലവ് ദിസ് മാൻ. അപ്പം എന്തായാലും മുരളിയും വിനുവും താങ്ക്സ് ഫോർ കമ്മിങ്. ഇത് ആക്ച്വലി ഇവര് സ്കൈകോഡിന്റെ പ്രൊജക്ട് എന്നോട് സംസാരിക്കുന്ന മുമ്പ് തന്നെ മനീഷേട്ടനോട് സംസാരിച്ച് നമുക്കൊരു സിനിമ എടുത്താലോ എന്നാണ്. അപ്പൊ പറഞ്ഞു വിനു ഒരു 10 കോടിക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക്, കാരണം ഇവരെ ഒരു ബിഗിനേഴ്സ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. ഇവന്ന് ശരണ്യ ഒരു 2 years ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് സിനിമ പറഞ്ഞാൽ ചെയ്യണം. ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനീഷോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്താ സംഭവം ഒന്നും പഠിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം, ഇങ്ങനെ നമുക്കൊരു സോങ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കൈകോഡ് എന്നുള്ള സംഭവം. അത് പുള്ളി ബ്രോക്കോഡിൽ നിന്ന് കടമെടുത്താണ്. ഓക്കെ, അപ്പൊ എനിക്കൊരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം എല്ലാവർക്കും.
ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ആവാൻ കാരണം വൺ ഓഫ് വിനുവാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത സംഭവമാണ്. ഇനീഷ്യലി എൻ്റെ മൂവീനെ പ്ലാനിങ് ഉണ്ടായി. മൂവിയിൽ തന്നെ പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരു മ്യൂസിക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഗ്രാജുവലി വെബ് സീരീസ് അങ്ങനെ മൂവിയൊക്കെ അങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വിനുവിനെ നോക്കിയപ്പോൾ പിന്നെ പ്രിയതമ വന്നു, പിന്നെ അലൈൻഡായി മുരളി വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ടീം ഗ്രാജുവലി ഒക്കെ വന്നു. ശരണ്യ വന്നപ്പോൾ ആഫ്റ്റർ ബിഗ് ബോസ് അവർ പുറത്ത് വന്നപ്പോൾ ശരണ്യ വന്നിട്ട് പറഞ്ഞു നമുക്ക് അർജുൻ ശ്രീതു തന്നെയാണ് ബെസ്റ്റ് ജോഡി. അങ്ങനെയാണ് അതിലുള്ള വ്യക്തമാണ് പറയുന്നത്. അപ്പോ സ്കൈക്കോഡ് അങ്ങനെ ഉണ്ടായി. അപ്പോ പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരാളെ വേണം. അപ്പോഴേക്കും മനീഷയോട് ചിന്തിച്ചത് ബോളിവുഡാണ്, നമുക്ക് ബാർഷനെ കൊണ്ടുവരാം, യോയോ ഹണി സിംഗിനെ കൊണ്ടുവരാം. അപ്പോൾ ആ ലെവലൊക്കെയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്കൊരു മലയാളം സോങ് എടുക്കാം. പിന്നെയും പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം. അപ്പൊ നമ്മൾ വേണ്ട, മലയാളം സോങ് എടുക്കാം. അങ്ങനെ അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുരളീനെ അറിയാം. മുരളീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും ഭാരതിയുടെ ഓഡിയോ ലോഞ്ച് കാണും. അപ്പൊ അവിടെ വെച്ചിട്ട് അതിലൊരു മനസ്സിൻ പാതയിൽ എന്നൊരു പാട്ടുണ്ട്, ആസിഫും മമതയും കൂടെ അഭിനയിച്ചത്. അപ്പൊ ആ പാട്ട് പാടിയത് മുരളിയാണ്. സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാനതൊന്ന് നോട്ട് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ഐ മീൻ ടച്ച് വിത്ത് മുരളി. ഞാൻ ആലപ്പി റിപ്പിൾസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് കൂടിയാണ്. അപ്പോൾ ആലപ്പി റിപ്പിൾസിന്റെ തീം സോങ് ഞാൻ മുരളിനെ കൊണ്ട് ചെയ്യിച്ചത്. ആൻഡ് ഇറ്റ് ബിക്കം ഹ്യൂജ് സക്സസ്. എനിക്കാണ് KCയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആയിട്ട് അത് മാറി. അങ്ങനെ ദെൻ ഐ ഇൻട്രൊഡ്യൂസ്ഡ് മുരളി ടു മനീഷേട്ടൻ. അപ്പോൾ മനീഷേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളി ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം മീറ്റ് ചെയ്തപ്പോൾ തന്നെ he was impressive and he came with that song within 1 week. I think within 1 week ആക്ച്വലി ഞങ്ങളുടെ ഒരു വൈബ് ഉണ്ടായി. ഞാൻ ബോൺ ആൻഡ് ബോട്ടം നോർത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വൈബ് എല്ലാം മാച്ചായി. ഞാൻ അതിനെ പറഞ്ഞപ്പോൾ അത് പ്രോപ്പർലി അത് ഇനിഷ്യേറ്റ് ചെയ്തു. ഞങ്ങൾ ആസ് എ ടീം വർക്ക് ഒക്കെ വർക്ക് ചെയ്തു. പ്രിയതമ നല്ലോണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അർജുൻ ആൻഡ് ശ്രീതു ആയിരുന്നു നമ്മുടെ ഓപ്ഷൻ. ബിക്കോസ് വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ തോട്ടേ വന്നില്ല. ബിക്കോസ് ലൈക്ക് വി നീഡ് ദ ബെസ്റ്റ് കപ്പിൾ. അപ്പോ എന്താ പറയാ ഓക്കെ. അപ്പോ അങ്ങനെ അവര് നമുക്കിപ്പോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നില്ല. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ കല്യാണം പരിപാടി അല്ലായിരുന്നു. അപ്പോ നമ്മള് ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടാണ് ഒരു ആദ്യം കേൾപ്പിച്ചത്. പാട്ടിന്റെ ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവരെല്ലാം ഏത് കണ്ടന്റിനും ഓക്കെ ആവുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് മാറ്റിയെടുത്തായിരുന്നു. പിന്നീടാണ് നമ്മൾ ഈ കണ്ടന്റ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു കാരണം ഒരുപാട് ഗോസിപ്സ് ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം എല്ലാ മീഡിയാസും ആ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോ അവര് കംഫർട്ടബിൾ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ശരണ്യ ചേച്ചി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തെന്ന് തോന്നുന്നു. ആക്ച്വലി അവർ രണ്ടുപേരുടെ ഒരു കാര്യം പറയണം, രണ്ടുപേര് ഭയങ്കര പ്രൊഫഷണൽ ആണ്. എല്ലാവരും വിചാരിക്കും ജസ്റ്റ് ഫോർ ദ പോപ്പുലാരിറ്റി ഫാക്ടർ ഞങ്ങളുടെ അങ്ങനെ ഒന്നുമില്ല. പോപ്പുലാരിറ്റി നമുക്ക് വേറെ ആക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ അവർ വെരി പ്രൊഫഷണൽ തരോ പോപ്പുലാരിറ്റിയുടെ കാര്യം പറയാൻ അവർ നെക്സ്റ്റ് ലെവൽ പോപ്പുലർ പേഴ്സൺസ് ആണ്. പക്ഷെ അവർ ഒരു ഷോട്ടിന് വേണ്ടി 3 മണിക്കൂർ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അവർ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കൊടുത്തു. പിന്നെ ഭയങ്കര തറോ പ്രൊഫഷണൽസ് ആൾക്കാരാണ്. ഡെഡിക്കേറ്റഡ്ലി ഓൾമോസ്റ്റ് നല്ലോണം അവർ സോങ്സ് ഒക്കെ റിഹേഴ്സ് ചെയ്തു, നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ക്രൂ ഓൾമോസ്റ്റ് 130+ ക്രൂ ഉണ്ടായി. എല്ലാവരും ഇവിടെ പ്രോപ്പർലി സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രണ്ടുപേര് ഭയങ്കര പ്രൊഫഷണലാണ്. അവരുടെ എഫേർട്സ് ഞങ്ങളുടെ മൊത്തം ടീമിന്റെ എഫേർട്സ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ പ്രീമിയറിൽ കാണാൻ പറ്റും. അപ്പൊ മുരളിയാണ് പിന്നീട് പാട്ടിന്റെ ഫുൾ ടേക്ക് ഓവർ ചെയ്തത്. ആൻഡ് ഒരു സിംഗറിനെ കിട്ടുക എന്നുള്ളത് അത്രയും ടഫാണ്. ബിക്കോസ് ആ മ്യൂസിക് കേട്ട് അവർ ഓക്കെ അടിക്കണം. സോ അവിടെ നിന്നുള്ള ജേർണി മുരളി പറയും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു warm good evening. I am very happy to collaborate with Skycode. വളരെ വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് വീഡിയോ ആണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും അതിന് ഒരുപാട് ആശയങ്ങളുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് Skycode. And congrats to both of you, Sharmi Chichi and Manish Bro and the entire team to bring up such an initiative. സോ ഇതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ജേർണി ആയിരുന്നു. ഈ ഒരു യാത്ര ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പാട്ടാണെങ്കിൽ പോലും ഒരുപാട് മെമ്മറീസ്, ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടന്നൊരു ജേർണി ആയിരുന്നു. സോ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിനു ബ്രോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ മഹേഷും ഭാരതിയും ഓഡിയോ ലോഞ്ചിൽ ഞാൻ പ്ലേബാക്ക് സിംഗറായിട്ട് ഒരു പാട്ട് മനസ്സിൻ പാതിന്റെ ഒരു പാട്ട് പാടിയിരുന്നു. കൂടാതെ ഗഗനചാരി, ഗുമസ്തൻ തുടങ്ങിയ കുറച്ച് സിനിമകളിൽ ഞാൻ ആസ് എ പ്ലേബാക്ക് സിംഗർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആസ് എ കമ്പോസർ എൻ്റെ ഒരു ഫസ്റ്റ് ഓഡിയോ ലോഞ്ചാണ്. സോ ഈഗലി എക്സൈറ്റഡ്. ഈ ഒരു പാട്ട് സിംഗിൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ കുറച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു പ്രൊഡക്ഷൻ ബാനറായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വർക്കാണ്. സോ എനിക്ക് ആക്ച്വലി ഈ ആശയം പറയുന്നത് ആഫ്റ്റർ വിനു ബ്രോ കണക്റ്റഡ് മീ വിത്ത് മനീഷ് ബ്രോ ആൻഡ് ശരണ ചേച്ചി,
ഈ വാക്ക് എനിക്ക് ആക്ച്വലി മനീഷേട്ടനാണ് പറയുന്നത്. പ്രിയതമ എന്നൊരു വാക്ക് ഞാൻ തരാം, ഒരു പാട്ട് ഈ ഒരു വാക്ക് വെച്ച് ക്യൂറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കുറച്ച് വോയിസ് ക്ലിപ്സ് എൻ്റെ ഉണ്ട്, പാട്ട് ഇറങ്ങിയ ശേഷം ഞാൻ എല്ലാവർക്കും അയക്കുകയാണ്. ഐ വിൽ ബി റിലീസിംഗ് ദാറ്റ്. വളരെ ആക്ച്വലി ഒരു ഐഡിയ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടത്, പ്രിയതമ ഒരു വാക്ക് മാത്രം വേണം, ബാക്കി നീ എന്താന്ന് വെച്ചാൽ അയക്കോ എന്നുള്ളൊരു കാര്യമായിരുന്നു. സോ ഓബിയസ്ലി ഇതിനകത്ത് ആദ്യം തന്നെ അർജുൻ ചേട്ടൻ ആൻഡ് ശ്രീവചേച്ചിയുടെ കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ റൊമാൻറ്റിക് സോങ് ആണ് വേണ്ടത്, വളരെ ഒരു മോഡേൺ പ്രൊഡക്ഷൻ ആയിരിക്കണം. എനിക്ക് അപ്പോഴേ എനിക്കൊരു ആശയം ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ആ പാട്ട് ആദ്യം ആ മെലഡി ആദ്യം ആ ട്യൂണാണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് വളരെ നോർമൽ റെക്കോർഡിങ്, ആദ്യം ഒരു സ്നിപ്പറ്റ് ഞാൻ വെറും ഒരു താനാന പാടി ഐ സെൻഡ് ടു എവരിബഡി, മനീഷേട്ടനായാലും വിനുബ്രോൻ എല്ലാവർക്കും അയച്ചു. അവർക്ക് ആദ്യത്തെ ഒരു ട്യൂൺ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. സോ ബാക്കി സെക്കൻഡ് സ്റ്റാൻസ് ചെയ്തിട്ട് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത് നമ്മുടെ BK ഹരിനാരായണൻ ചേട്ടനാണ്. സോ ഹരിയേട്ടൻ എൻ്റെ ഒരുപാട് പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നമ്മുടെ മനസ്സിൻ പാതയിലായാലും ഗാനം നീയെ എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ അദ്ദേഹം ട്രിവാൻഡ്രത്തേക്ക് വന്നു, ഫ്രം തൃശ്ശൂർ ഈ ട്രാവൽ ടു ട്രിവാൻഡ്രം ഈ പാട്ട് എഴുതാനായിട്ട്. നമ്മൾ ഒരുമിച്ച് ഇത്ര ഈസി ഇല്ല പ്രോസസ് ഞാൻ പറയാം. കാരണം എനിക്ക് വലിയ ആഗ്രഹമുണ്ടായി വിനീത് ചേട്ടൻ, കാരണം ഞാൻ പറഞ്ഞു ഞാൻ മോർണിംഗോടെ പുറത്താണ്. അപ്പോൾ വിനീത് ചേട്ടൻ്റെ കൂടെ എൻ്റെ പ്രോജക്ട് സ്റ്റാർട്ട് ആവാൻ എൻ്റെ പേഴ്സണൽ വലിയ ആഗ്രഹം ഉണ്ടായി. പിന്നെ എനിക്ക് ചില സോങ്സ് എൻ്റെ ഫേവറേറ്റ് ഉണ്ടായി, ഹേമന്തമേ, ജീവാംശമായ. അപ്പോൾ ഈ രണ്ട് സോങ്ങിന്റെ ലിറിസിസ്റ്റ് BK ഹരിനാരായണൻ ചേട്ടൻ, അത് ഞാൻ പിന്നെ മുരളീനെ പറഞ്ഞപ്പോ ഡയറക്റ്റ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോ ഒത്തിരി ടൈം എടുക്കണ്ടായി. അപ്പോ മുരളി അത് വിതിൻ എ വീക്ക് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത്. അതെ, അതിന് ആക്ച്വലി ഒരാൾക്ക് കൂടെ ഞാൻ താങ്ക്സ് പറയണം, നമ്മുടെ ദിലീപേട്ടൻ ബബ്ബ എന്ന സിനിമയുടെ ഷൂട്ട് സമയത്ത് വിനീതേട്ടനായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. സോ ജസ്റ്റ് ടു കണക്ട് ടു വിനീതേട്ടൻ, ഞാൻ ദിലീപേട്ടൻ നമ്മുടെ നല്ല സുഹൃത്താണ്. സോ ദിലീപേട്ടൻ ത്രൂ ആണ് വിനീതേട്ടനെ കണക്ട് ചെയ്തത്. ഓൾസോ താങ്ക്സ് ടു വിൻസെന്റ് ചേട്ടനാണ് വിനീതേട്ടനെ മാനേജ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ പ്രൊഫഷണലി ഒരു ഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായി. ആൻഡ് ഞാൻ വിനീതേട്ടനെ റെക്കോർഡ് ചെയ്തത് ചെന്നൈയിലാണ്. സോ ഐ ഓൾസോ വെന്റ് ടു ചെന്നൈ ടു റെക്കോർഡ് ഹിം. ഞാൻ ഒരു ഷൗട്ട് ഔട്ട് കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഈ പാട്ട് ചെയ്ത മ്യൂസിക് പ്രൊഡ്യൂസർ ക്രിസ്റ്റി ബി വർഗീസ് ഇവിടെ ഉണ്ട് ബ്രോ. സോ ഇദ്ദേഹമാണ് ഈ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ മൈ മാനേജർ ശ്രീശാന്ത് ആൻഡ് മൈ പേഴ്സണൽ സ്റ്റാഫ് സാം ഇസ് ഓൾസോ ഹിയർ. സോ അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ വെളിയിൽ കാണുമ്പോൾ മേ ബി ഈ ഒരു 5 പേരായിരിക്കാം അല്ലെങ്കിൽ 6 പേരായിരിക്കാം, പക്ഷേ ഐ തിങ്ക് ഒരു എന്യൂമറസ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് വർക്ക് ബിഹൈൻഡ് ദ സോങ്. മ്യൂസിക്കലി നമ്മുടെ എ ആർ റഹ്മാൻ സാറിന്റെ ഫ്ലൂട്ടിസ്റ്റ് നിഖിൽ റാം TP, നമ്മുടെ പൊന്നിയിൻ സിനിമയിലൊക്കെ വായിച്ച നിഖിൽ റാം ചേട്ടൻ വായിച്ചിട്ടുണ്ട്, ശ്രീനാഗ് എന്ന് പറഞ്ഞ വയലിനിസ്റ്റ് വായിച്ചിട്ടുണ്ട്, ആൻഡ് ദീപക് SR എന്ന് പറഞ്ഞ എഞ്ചിനീയർ ആണ്. സോ അത്രയും സപ്പോർട്ട് ഈ പ്രൊഡക്ഷൻ ടീം തന്നതുകൊണ്ടാണ് ഐ വാസ് ഏബിൾ ടു ഗോ ലിമിറ്റ്ലെസ്. എനിക്ക് ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല, മുരളി ചെയ്തോളൂ. അത്രയും സപ്പോർട്ട് വിനുബ്രോ ആയാലും മനീഷ് ബ്രോ ആയാലും ഷെന ചേച്ചി എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരുടെ ഒരു കെമിസ്ട്രി, ഐ സോ ദ വീഡിയോ. എനിക്ക് സ്കോറിന്റെ ഭാഗമായിട്ട് ഞാൻ അർജുൻ ചേട്ടനെയും ശ്രീജേച്ചിയുടെ വീഡിയോ ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഇല്ല അല്ലേ? പക്ഷെ ഞാൻ സ്കോർ കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇഷ്ടപ്പെടട്ടെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പക്ഷെ നല്ലൊരു ജേർണി ആയിരുന്നു. താങ്ക്സ് ടു ഷെന ചേച്ചി, മനീഷ് ബ്രോ, വിനു ബ്രോ ആൻഡ് എവരിബഡി ടു മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അർജുൻ ശ്രീധനോട് നമ്മുടെ പ്രിയതമയ്ക്ക് ലൈഫ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത 2 ആർട്ടിസ്റ്റാണ് അർജുൻ ശ്രീതു. അവരാണ് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് വേറെ ആക്ടേഴ്സും ഉണ്ട്, സിജോ ഉണ്ട്, രതീഷ് ഉണ്ട്, ഞാനുണ്ട്. ബട്ട് ഇവരുടെ ഒരു സോങ് ആണ് ആക്ച്വലി ഹാർട്ടാണ് പ്രിയതമ. സോ നമുക്ക് അവരുടെ ഒരു ഫീലും കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷനും കൂടി സംസാരിക്കാം. ചോദിക്കണമെങ്കിൽ ചോദിക്കേണ്ട ഇടയ്ക്ക്. പിന്നെ മഞ്ജു ചേച്ചി ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ ഈ ഒരു പ്രോജക്റ്റിൽ ഒരു കോറാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ആൻഡ് വെരി സപ്പോർട്ടീവ്. നമ്മുടെ പ്രിയതമയ്ക്ക് എന്തൊക്കെ ഒരു ഉയർച്ചയുണ്ടോ അതിൽ മഞ്ജു ചേച്ചിയും ഒരു മേജർ റോളാണ്. അപ്പം താങ്ക് യു മഞ്ജു ചേച്ചി ഫോർ ആക്ച്വലി ഞങ്ങൾക്ക് ഫിലിം മൂവി പോലെ ഒരു പ്രൊമോഷൻ വേണ്ട. അപ്പൊ അത് അങ്ങനത്തെ ബെസ്റ്റ് ആണ് ഞങ്ങൾക്ക് മഞ്ജു ചേച്ചി. അതും എല്ലാം സെറ്റ് ആയിട്ട്. അതെ, ഇപ്പോഴത്തെ ഫസ്റ്റ് അഭിനയ മന്ത്രിയിലേക്ക് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ആണല്ലോ വന്നേക്കുന്നത്, ഈ പാട്ടിന്റെ അർജുൻ വന്നേക്കുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ബിഗ് ബോസിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ ഷൂട്ട്സും അഡ്വർടൈസ്മെന്റ്സ് ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ കിട്ടിയിട്ടില്ല, ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയത്. സോ ദിസ് സെക്കൻഡ് വൺ ആക്ച്വലി. ഫസ്റ്റ് വൺ ഡിസംബർ റിലീസ് ഉണ്ട്,
ആൻഡ് സെക്കൻഡ് ഷെറിനെ വിളിച്ചപ്പോൾ തന്നെ ഇന്ത്യയുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. കുറെ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പാട്ട് കേട്ടിട്ട്. ആൻഡ് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓരോ ഡേയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് വാസ് ഓൾസോ വിത്ത് ശ്രീതു. കംഫർട്ടബിൾ ആയിരുന്നു ജസ്റ്റ് റിയാക്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ചോദിക്കാം. ചേട്ടാ പറഞ്ഞായിരുന്നു ഭയങ്കര ഗോസിപ്പ് ഇവര് ഇറങ്ങി കഴിയുമ്പോ ഗോസിപ്പ് വരുന്നുണ്ട്. അപ്പം ഈ ഗോസിപ്പ് വിറ്റ് മാർക്കറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ അവരുടെയായിരുന്നു. തീർച്ചയായിട്ടും അതല്ല, വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവര് തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയാ, അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം, അത് ഞങ്ങളുടെ ഇവിടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ. ഇവര് ചെറിയ റീൽ ഇട്ടാലും മില്യൺസും ഇതൊക്കെയാണ്. അതൊക്കെ കണ്ടോണ്ട് സ്റ്റാർ ആണ് ഇപ്പൊ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അത്രയും റീച്ച് ഇല്ല. ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം, ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അർജുൻ ശ്രീതു അങ്ങനെ ഫാൻസ് നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ്, ഇവരുടെ റീല്, ഇവര് ശരണ്യ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുവോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ. ഐ മീൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പോലെ ഒന്ന് ഇറങ്ങി പോവോ ഇങ്ങനെ പറയുമ്പോ. പക്ഷെ ഈ പിള്ളേർ എവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്. നല്ല ഫാൻസ്. അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലൂർജുൻ ടാഗ് ചെയ്തു, അതിന് ചീത്തവരെയാണ്. അവിടെ നല്ല ഫാൻസ് ആണ്, ഒരിക്കലും മറക്കില്ല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു, ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല, ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഒരു 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീ, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോടെ പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ് ഇപ്പോ. ശ്രീതു, ഇതിന് മുമ്പ് നിങ്ങളൊരു രണ്ടുപേരും ഒരു കല്യാണ പെണ്ണിച്ചയ്ക്ക് ഒരു കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഒരു വേഷത്തിൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരുമിച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെയും ഇപ്പൊ കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരിലേക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഭൂമി പിന്നെയും കൊടുക്കില്ല നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല, നാളെയോ ഇല്ല, മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് ഇല്ല. അതാണ് എന്റെ ചോദ്യം. ഇല്ല. അയ്യോ, ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യുന്ന കാണാനും അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ്, ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് അവർ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല, കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് മേടിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വർക്ക്സും വന്നത്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്തു. സോ ആ ഇത് വേറെ ഇത് ഗിഫ്റ്റ് ലൈക് ഇത് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു,
ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങള് ചെയ്തൊന്നുമല്ലത്, ഞങ്ങള് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ചെയ്യുന്നതല്ല ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ലൈക് പ്രൊഡക്ഷൻ പറയുമ്പോൾ എന്താ പറയുക, ഗിഫ്റ്റ് ആണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണത്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്, നോട്ട് ഫോർ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല. ആക്ച്വലി ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ട് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പങ്കാളികളാണ് അതിനകത്ത്. ആക്ച്വലി എല്ലാവരും മെമ്പർ ആണ്. ബട്ട് ഓൾറെഡി എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയത്തില്ല. എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി ലിറ്റിൽ സൈലന്റ്. ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല. ഐ മീൻ ഗ്രൂപ്പ്സിലൊക്കെ. യെസ്, അതിനകത്ത് ഞാൻ മെമ്പറാണ്. അതിനകത്തുണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അതിനിപ്പോ ഈ പറഞ്ഞ പഴയ അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരെ പെൺകുട്ടിയെ കൂട്ടി നമ്മളെ പേര് പറയുമ്പോൾ ഗോസിപ്പ് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ചെറിയതായിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളും വിശ്വവർക്കുവാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം, ആ രീതിയിലുള്ള ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഏറ്റവും ബിഗ് ബോസ് പറഞ്ഞ എന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ലൈക്ക് അതിപ്പം ഇത് ഞങ്ങളിപ്പോ നിങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഒക്കെ. ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തൊരു ബോണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെയുണ്ട്, അതിപ്പോഴും ഉണ്ട്. സ്റ്റിൽ അത് മുമ്പോട്ട് അതുപോലെ തന്നെ. രണ്ടുപേരും സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഒരു ലൈഫിലല്ലോ എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. എല്ലാരും ഇല്ല. അർജുൻ, ശ്രീതു, ഞാൻ, സിജോ, രതീഷ്. ഇല്ല ജിൻഡോ ഇല്ല. ജിൻഡോ ഇല്ല. ജാസ്മിൻ ഗബ്രി ഇതിലില്ല. ഫ്യൂച്ചറിൽ ചിലപ്പം കാണാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല, നമ്മൾ മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യന്റെ കണ്ണടയ്ക്കുമ്പോ ഗബ്രി ജാസ്മിൻ കാണുന്നു, അവിടെ ഗബ്രി ജാസ്മിൻ ഉണ്ടാവും. ഈ സ്കൈക്കോഡ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഫ്യൂച്ചർ പ്രോജക്ട്സിൽ പുതിയ ടാലൻസിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? ഓഡിഷൻ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? അതൊരു നല്ല ക്വസ്റ്റ്യൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അതിന്റെ ഞങ്ങളുടെ മെയിൻ ഒരു 30% ഇനിഷ്യേറ്റ് ചെയ്യുന്ന സംഭവം തന്നെയുണ്ട്. ഞങ്ങള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് മൂവ് അത് തന്നെയാണ്. ന്യൂ ടാലന്റിന് വേണ്ടി, അത് ഡാൻസർ ആയിക്കോട്ടെ, സിംഗർ ആയിക്കോട്ടെ, മ്യൂസിഷ്യൻ ആയിക്കോട്ടെ. അപ്പൊ ഓൾറെഡി ഞങ്ങൾ അവർക്ക് പേഴ്സണൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂ ടാലന്റ് വി ഓൾറെഡി ഇനിഷ്യേറ്റഡ് മുരളീകൃഷ്ണ. അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ തന്നെയാണ്. ദോസ് ഹു ആർ നല്ല നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്, അവർക്ക് ഡയറക്ട്ലി ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഞങ്ങളുടെ ടീം ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എല്ലാ 50 ആൾക്കാരാണ് ഞങ്ങളുടെ ടീമില്. അപ്പൊ ഡയറക്റ്റ് ഞങ്ങളുടെ സ്കൈകോഡ് പേജിലേക്ക് അവർക്ക് മെസ്സേജ് ചെയ്ത് ഞങ്ങൾ ഡെഫിനറ്റ്ലി കാര്യങ്ങളുമായിട്ട് നിങ്ങളെ സമീപിക്കാൻ എങ്ങനെയാണ് പറ്റിയത്? ഞങ്ങൾ ഓൾറെഡി ഇപ്പോ ഇനിഷ്യലി ഞങ്ങളുടെ പേജ് ഉണ്ട് സ്കൈകോഡ് മ്യൂസിക് പ്രൊഡക്ഷൻ. അതില് ഓൾറെഡി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ഓപ്ഷൻ ഉണ്ടാവില്ല. അവിടെ മെസ്സേജ് ചെയ്തിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ റെസ്പോൺസ് ചെയ്യും. ഒരു ഡെഡിക്കേറ്റഡ് ടീം അതിനു വേണ്ടി ഞങ്ങൾ സ്പെഷ്യലി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങളുടെ അടുത്ത് വരാൻ സോങ് तो जरूर मैं आपको मैसेज करूंगी। बिल्कुल, थैंक यू मैम। आप दिल्ली से हो क्या? नॉर्थ इंडिया से हो? ആക്ച്വലി എന്റെ തറവാട് കൊരട്ടിയാണ്. ഞാൻ ബോണറ്റ് ബോർഡ് ഇവിടെ തന്നെ ചാലക്കുടിക്കാരാണ്. പക്ഷേ ഞാൻ ബോണറ്റ് ബോർഡും അവിടെയാണ്, മഹാരാഷ്ട്ര. तो आप दोनों के बारे में कुछ बोलना? മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, മറാഠി ആക്കണ്ട. What's your good name? Ritika. Ritika. Thank you. Ritika. Ritika.
താങ്ക് യു നിതിക. സോ ഞാൻ ആക്ച്വലി ഞാൻ മലയാളത്തിൽ ഇന്റർ റിപ്ലൈ തരാം. പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇതെന്ന് എനിക്ക് ഹിന്ദി സംസാരിച്ചുകൊണ്ടാണ്, അപ്പൊ ഞാൻ അത് മലയാളത്തിൽ തന്നെ പറയാം. ഞങ്ങൾ രണ്ടുപേർക്കും കോമൺ ഫാക്ടർ ഒരു ഹിന്ദിയാണ്. ഐ മീൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ഇത്. മനുഷ്യക്കനാണെങ്കിൽ അങ്ങനെയാണ്, ഞാനങ്ങനെയാണ്. സോ ഹിന്ദി ഒരു മെയിൻ ഫാക്ടറാണ്. ഹിന്ദി ലാംഗ്വേജ് സംസാരിച്ചാണ് ഞങ്ങൾ കണക്ട് ആവുന്നത്. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഫീൽഡിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവുന്നത്. അപ്പോൾ മനുഷ്യൻ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടും ഇന്ന് സ്കൈകോഡിൽ മനീഷേട്ടനാണ് എല്ലാം. ഐ മീൻ ഞാൻ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ശരണി ആനന്ദ് പ്രസൻസ്. എല്ലാം മനീഷേട്ടനാണ് എൻ്റെ പുറകിലെല്ലാം ചെയ്തിരിക്കുന്നത്. സോ താങ്ക്സ് ടു മനീഷേട്ട. ആൻഡ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമായിരിക്കും ഭർത്താവ് എപ്പോഴും പറയുന്നത് ഭാര്യയുടെ പേര് മുന്നിട്ട് വെക്കാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഐ ആം ലക്കി. കുറച്ചു പേരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. അല്ലാണ്ട് മുന്നോട്ടുള്ള പോക്കല്ല. കൂടെ ബിഗ് ബോസിലെ ഭൂരിഭാഗം ആൾക്കാരെ വിളിച്ചിട്ടില്ല. കുറച്ച് ആൾക്കാരെ വിളിക്കാൻ എന്നോട് പേഴ്സണലി എനിക്ക് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങളത് ഗ്രൂപ്പിലുള്ള ആൾക്കാർ. അത് അഭിഷേക് അല്ല എന്റെ ആൻസർ തരാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് അഭിഷേകിന്റെ അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അല്ല അത്. അപ്പം അത് ആളുടെ പോയിന്റ് ആണ്. എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ചു പേര് ആക്റ്റീവ് ആണ്, കുറച്ചു പേര് സൈലന്റ് ആണ്. അവരവരുടെ ഓരോ ബിസി ഷെഡ്യൂൾ ആയിരിക്കാം. അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പോവാൻ നമുക്ക് ഐ മീൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾ, പല വർക്കുകൾ, നമ്മളെല്ലാവരും ബിസിയാണ്. സോ കാരണം എല്ലാ കണ്ടസ്റ്റൻസിനെ കൂടി ചേർത്തിട്ടാണ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ചോദിച്ചത്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോകേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലായിടത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാവരും വരാറില്ല. എല്ലായ്പ്പോഴും എല്ലാവർക്കും വരാൻ സാധിക്കില്ല. എനിക്കറിയത്തില്ല, അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ല, ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാ പറഞ്ഞ അവളായിട്ടിരിക്കുന്നു, ജനുവായിട്ടിരിക്കുന്നു. ശ്രീധുനോട് ഈ ശരണ്യ ഈ കഥ അല്ലെങ്കിൽ ഈ തോട്ട് പറയുമ്പോൾ ശ്രീധുവിന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ബിക്കോസ് എന്റെ ഫീൽഡ് നടിക്കുന്നതാണല്ലോ. സോ ഒരിക്കലുമില്ല. അല്ല, അർജുന്റെ കൂടെയാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. അർജുനോട് സംസാരിച്ചോ? അർജുനോട് എന്തിനു സംസാരം? ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യാം? ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാം. ഈ തോട്ട് പറഞ്ഞ സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു ചോദിച്ചത്. അർജുനോട് സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് മ്യൂസിക് ഷെയർ ചെയ്തത്. ഇപ്പൊ ശ്രീതുനെ കോള് വിളിച്ച് വെച്ച ഉടനെ അർജുന കോള് പോലെ മനസ്സിലാവും. 1 മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്കും, ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടെന്ന്. സോ ഇതാണ് സത്യം. സോ ആദ്യം ശ്രീതുവിനോട് കംഫർട്ടബിൾ ചോദിച്ചു, ശ്രീതു കംഫർട്ട് ആണോ? ഷീറ്റോട് ചേച്ചി ഇത് പ്രൊഫഷൻ ആണ്, ഐ എം കംഫർട്ടബിൾ. അർജുനോട് ചോദിച്ചു, അർജുൻ ഹാപ്പിയാണ് വിത്ത് സോ he told I am okay, deal. And അവിടെ വന്നിട്ട് they are പക്ക professional and they are good buddies also. They are like my bro and sis. So എനിക്ക് അവര് തന്ന ഒരു കംഫർട്ട് അടിപൊളിയായിരുന്നു. I am so happy with her. വിനോദ് രാഷ്ട്രീയ പറയുന്നത്. അപ്പം ഓൾറെഡി ഗോസിപ്പ് ഹിറ്റ് മാർക്കറ്റ് ആക്കി നമുക്ക് പറയണ്ട. അപ്പൊ ഇനി അടുത്ത ഗോസിപ്പ് പറയുമ്പോ ജാസ്മിൻ ഗബ്രി ഭയങ്കരമായിട്ട് റീച്ച് നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിനും ഗബ്രിയും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും. അവർ സമ്മതിച്ചുണ്ടോ? നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്ട് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് ക്രിയേറ്റേഴ്സ്. ബിക്കോസ് നമ്മളെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ? ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്ത് കാണും, ലൈക്ക് ചെയ്യും. സോ
ആക്ച്വലി അങ്ങനെയല്ല, എല്ലാം മിക്സ് വേണം. മീൻസ് ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. ഇതൊരു സ്റ്റാർട്ടിങ്. അപ്പൊ ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാരിച്ച കാലം നല്ല അവർ ആ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമില് തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു, എന്താ കാര്യം? ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെ കാര്യമല്ല. ഞാൻ എക്സാമ്പിൾ നോക്കുക, റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഫ്രെയിമിലൊക്കെ കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ദ തിങ് ഈസ് ഇവരുടെ ടാലൻസ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഐ മീൻ ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നത്. സോ ടാലന്റ് വേണം, ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, റീച്ച് അല്ല. യെസ് ഐദാത്തു സുരേഷ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളൂ. ബിക്കോസ് അതിന് ഒരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ റീച്ചുള്ള ആൾക്കാർ മാത്രം പോരാ. നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ്. സോ ഞാൻ നോക്കുന്നത് എന്താ, എനിക്ക് ഏറ്റവും ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് നോക്കുന്നത്. സോ ഓരോ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ. ഇപ്പൊ ഓരോ സിനിമ ആയിക്കോട്ടെ, റീലായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ആൾക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം. സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ വെച്ചൊരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുമെന്ന് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം. സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക, അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ കണ്ടന്റ് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ. നമ്മൾ ഒരു സിനിമ, ഒരു ഡയറക്ടറായി ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ. ലാലേട്ടനെ കിട്ടിയാലും അടുത്ത ആള്. എല്ലാ പ്രോസസ്സും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ കിട്ടി. അതിന് താങ്ക്സ് ടു ശരണ്യ. ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്തവരെ. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു കല്യാണ പ്രൊജക്ട് ആണ്. സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ, കാരണം കണ്ടന്റേ മാറ്റി കളയണം. വേറെ ആൾക്കാരെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ്. സ്കൈകോഡ് എന്ന് പറഞ്ഞ നെയിം പോപ്പുലർ ആണെങ്കിൽ എനിക്ക് ഇവരുടെ റീച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയാണ് ഞങ്ങൾ റീച്ചിലേക്ക് എത്തിയത്. ആൻഡ് നിങ്ങൾ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാലും അത് പ്രൊഡ്യൂസർ നിങ്ങൾ പൈസ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ റിട്ടേൺ എങ്ങനെയാണ്? കുറച്ചൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. ഇപ്പൊ ആൽബം എന്ന് പറയുന്നത് നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതൽ ചെയ്ത്, നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ്, കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം ബബിഷ അല്ലെങ്കിൽ കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സിമ്പിൾ അല്ല, കളർഫുൾ ആക്കാനായിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബഡ്ജറ്റ് നല്ല രീതിയിൽ